ബഷീർ നമുക്കറിയാം, ഭാഷ കൊണ്ട് ചെപ്പും പന്തും കളിച്ച അനശ്വരനായിട്ടുള്ള സാഹിത്യകാരനാണ്. ബഷീറിൻ്റെ കഥകൾ മലയാളം മാത്രമല്ല, ലോകത്തിൻ്റെ 18ഓളം ഭാഷകളിലേക്ക് ബഷീറിൻ്റെ വിഖ്യാതങ്ങളായിട്ടുള്ള ഒരുപാട് കൃതികൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറെ വായിക്കപ്പെട്ട കൃതിയാണ് ബാല്യകാലസഖി. എല്ലാ വിഭാഗം വായനക്കാരും ഒരുപോലെ ആസ്വദിച്ച കഥയാണ് ബാല്യകാലസഖി. അതുപോലെ ഉള്ള ഒരു കഥയെ സമീപിക്കുമ്പോൾ അത് എല്ലാ വിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ ആസ്വാദന തലം വളരെ ലളിതവും എന്നാൽ ദൃശ്യസാധ്യതകൾ പരമാവധി ഉപയോഗിക്കുക, കഥയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ സത്യത്തിൽ വെല്ലുവിളിയായിരുന്നു. ഈ വെല്ലുവിളിയെ നമ്മൾ അതിജീവിച്ചത് 4 വർഷത്തെ ഇതിൻ്റെ പ്രോസസ്സിലൂടെയാണ്. പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഇതിൻ്റെ തിരക്കഥ മെനയുന്നത് മുതൽ ഒരു 10-11ഓളം രീതിയിൽ തിരക്കഥകൾ മാറ്റി എഴുതിയതിന് ശേഷമാണ് അതിൻ്റെ സ്റ്റോറി ബോർഡ് തയ്യാറാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അതിനു മുമ്പേ തന്നെ നമ്മൾ ഇതിൻ്റെ വാമൊഴി ഭാഷ നമുക്കറിയാം, മലയാളത്തിൻ്റെ പല സിനിമകളിലും വടക്കൻ മലബാറിൻ്റെ സ്ലാങ് ആണ് മുസ്ലിം സബ്ജക്റ്റ് വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇത് നമ്മൾ കൃത്യമായിട്ട് തലയോലപ്പറമ്പിൻ്റെ ജീവിത രീതിയും നാട്ടുഭാഷകളിലേക്കും ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന് മമ്മൂക്കയുടെയൊക്കെ ഗൈഡൻസ് നന്നായിട്ട് ലഭിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർ സാറിൻ്റെ ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഡോക്ടർ MM ബഷീറിനെയും MN കാരശ്ശേരി മാഷിയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ അപ്പുറം നമ്മൾ അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി, അവിടുത്തെ ഗ്രാമത്തിൽ നിന്ന്, തലയോലപ്പറമ്പിൽ നിന്ന് അവിടുത്തെ നാട്ടുചന്തകളിൽ എല്ലാ ദിവസവും പോയി അവിടുന്ന് കിട്ടുന്ന നല്ല വളരെ ഇമ്പമുള്ള പദങ്ങളൊക്കെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ബഷീറിൻ്റെ കഥകളിൽ കാണുന്ന വാക്കുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആ കാലഘട്ടം നമ്മളൊരു 1910 മുതൽ 40 വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് ബാല്യകാലസഖി കടന്നു ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമം, നമ്മളത് പെരുമ്പളം തുരുത്ത് അതിൻ്റെ ദൃശ്യ പശ്ചാത്തലമായി, കേരളത്തിൻ്റെ മഴക്കാലവും മാമ്പഴക്കാലവും ഒക്കെയാണ് അതിൻ്റെ ഇതായി വരുന്നത്, ഋതുവായിട്ട് വരുന്നത്. അപ്പം അതിന് പെരുമ്പളം ഉപയോഗിച്ചു. പിന്നെ അതിനെ തുടർന്ന് നമ്മൾ കൽക്കത്തയിലെ വേനലിൽ നിന്ന് ബഷീറിൻ്റെ ഓർമ്മകളാണ് ബാല്യകാലസഖിൻ്റെ ഈ കുട്ടിക്കാലവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം കൽക്കത്തയിലെ ലൊക്കേഷനും അവിടുത്തെ വേനൽക്കാലം, നഗരം എന്നൊക്കെയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സൂക്ഷ്മമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. ആ കാലഘട്ടത്തിൻ്റെ കോസ്റ്റ്യൂം, അന്ന് ഉപയോഗിച്ചിരുന്ന കോസ്റ്റ്യൂമിൻ്റെ സ്റ്റഫ്, സ്റ്റിച്ച് ചെയ്യുന്ന രീതി, അന്നത്തെ മനുഷ്യരുടെ ഹെയർ സ്റ്റൈല്, പിന്നെ ഇന്നുള്ളതുപോലെയല്ല. നമ്മുടെ ഒരു ജനറേഷൻ മാറിയപ്പം മലയാളീൻ്റെ ഭക്ഷണ രീതികളും ജീവിതക്രമങ്ങളും ഒക്കെ മാറിയപ്പോൾ നമുക്ക് നമ്മുടെ ആകാരത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ശരീരഭാഷയുള്ള 40ഓളം പേരെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി യൂണിയനുകളുമായിട്ട് സഹകരിച്ചിട്ട് ഓഡിഷൻ ടെസ്റ്റിലൂടെ കണ്ടെടുത്തു. അങ്ങനെ ഓരോരോ പ്രോസസ്സ് കൃത്യമായിട്ടുള്ള സ്റ്റേജ്, ഒരു 4 വർഷം എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്തത് കൊണ്ട് ബാല്യകാലസഖി എന്ന കഥയെ വളരെ ആദരവോട് കൂടിയിട്ട് സമീപിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതൊരു സൃഷ്ടി ചെയ്യുമ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പെയിൻ എടുക്കുക, അതിന് വളരെ ഡെഡിക്കേറ്റായിട്ട് നിൽക്കുക, അതിൽ വളരെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ നിന്നാണ് എൻ്റെ തുടക്കം. അപ്പം KPSCയുടെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ട് ഒരുപാട് നാടകങ്ങൾക്ക് രംഗഭാഷ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും ഡോക്യുമെൻ്ററീസ് ചെയ്യുമ്പോഴൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് ബാക്കി എല്ലാത്തിനും അപ്പുറത്ത് എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4 വർഷം എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വേദനകളെയൊക്കെ ഈ സൃഷ്ടി ചെയ്യുന്ന സമയത്തുള്ള സുഖത്തിലൂടെയാണ് എനിക്കത് മറികടക്കാൻ വേണ്ടി പറ്റുന്നത്. അത് സുഹറയായാലും മജീദായാലും ആ ഗ്രാമമായാലും ബഷീർ കഥയായാലും, അതുപോലെ തന്നെ ബഷീറിൻ്റെ കഥകളിലെ ഏറെ ജനപ്രിയരായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ ഗ്രാമീണരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ ആക്ടേഴ്സ് ട്രെയിനിങ് ക്യാമ്പിലൂടെ അവരെ മെനഞ്ഞെടുക്കുന്ന സമയത്തും ഒക്കെ ഇത് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വല്ലാത്തൊരു സംതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രൈസിസുകൾ ഇങ്ങനെയൊരു സൃഷ്ടിയുടെ വേദനയാണ്. ആ വേദന പിന്നീട് മധുരതരമാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വലിയ എഴുത്തുകാരനുള്ള സമർപ്പണം എന്നുള്ള രീതിയിലേക്ക് അത്തരമൊരു കാര്യത്തിലൂടെ പോകുമ്പോൾ, അതുപോലെ തന്നെ ഇത്തരമൊരു കഥയ്ക്ക് ഒപ്പം ചേർന്ന വളരെ പ്രതിഭാശാലികളായിട്ടുള്ള ആൾക്കാർ, K. രാഘവൻ മാസ്റ്ററെ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ONV സാറിനെ പോലുള്ള ആൾക്കാർ, P. ഭാസ്കരൻ സാറിൻ്റെയും അതുപോലെ തന്നെ KT മുഹമ്മദിൻ്റെയൊക്കെ വരികൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളുണ്ട്, കാവാലൻ സാറിൻ്റെ വരികളുണ്ട്. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്യാമറമാൻ ഹരിച്ചേട്ടൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ സൈഡിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ബിജി ബാല്, 3 പാട്ടുകൾ കമ്പോസ് ചെയ്ത് പാടിയ ഷഹബാസ് അമൻ, ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ടാലൻസ്
മെറിറ്റ്സ് തെളിയിച്ച ആൾക്കാരാണ് ഇതിനൊപ്പം ചേർന്നത്. അവർ കൃത്യമായിട്ടും ഇതിനൊപ്പം നിന്നതുകൊണ്ട് ഒരു അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം ഏറ്റവും ഇതിൻ്റെ തലപ്പത്ത് നിന്ന മമ്മൂക്ക മുതൽ ഇതിൻ്റെ ഈ ചിത്രീകരണ സമയത്ത് ഈ കറുത്ത കേബിൾ വലിച്ചിട്ട് നമുക്ക് വെളിച്ചം തന്ന യൂണിറ്റിലെ അംഗങ്ങൾ വരെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കൂട്ടായ്മ ഇതിൻ്റെ ക്രൈസിസുകളെ, ഇതിൻ്റെ വേദനകളെ അതിജീവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണ്. അത് ഒന്ന് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം എന്ന് പറയുന്നത് ഒരു പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിസരങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമീണ വായനശാലയും ഉത്സവങ്ങളും നാടകവും ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളും ഒക്കെ സജീവമായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങൾ, പിന്നെ പയ്യന്നൂർ കോളേജിൽ മലയാള സാഹിത്യ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്ന സമയത്തുള്ള ഈ ലിറ്ററേച്ചർ കൂടുതൽ പഠിക്കുന്നു. അത് കഴിഞ്ഞ് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ സംവിധാന വിദ്യാർത്ഥിയായിട്ട് വരുന്നു. അപ്പം ഞാൻ തിരഞ്ഞെടുത്ത രംഗഭാഷകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാടകത്തിൻ്റെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നതിന് പകരം ഞാൻ കൂടുതൽ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് സാഹിത്യ സൃഷ്ടികളെയാണ്. MT വാസുദേവൻ നായർ സാറിൻ്റെയും OV വിജയൻ സാറിൻ്റെയും ഡോക്ടർ ശിവരാമ കാർന്തിൻ്റെയും ഒക്കെ രചനകളെ ബേസ് ചെയ്തിട്ടാണ് ആദ്യകാലത്ത് ഞാൻ രംഗഭാഷകൾ ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ നാടകമായിട്ട് ചെയ്തിട്ടുണ്ട്. ബഷീറിൻ്റെ ആദ്യ കൃതിയായിട്ടുള്ള തങ്കം ഷോർട്ട് ഫിലിമായിട്ട് കൈരളി TV-യിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് മനോരമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബഷീർ ജീവിതരേഖാചിത്രം എന്നുള്ള രീതിയിൽ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചാനലിൻ്റെ ലോഞ്ചിങ്ങിന് ഒരു 2 വർഷം മുമ്പേ നന്മയുടെ അപാരതീരം എന്ന് പറഞ്ഞിട്ട് ബഷീർ കഥാപ്രപഞ്ചം സ്റ്റേജിലും സ്ക്രീനിലും ആവിഷ്കരിച്ചുകൊണ്ട് 3 മണിക്കൂർ ദൈർഘ്യമുള്ള മൾട്ടിമീഡിയ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പം ബഷീറിനെ സമീപിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ജീവിതത്തെ ഇത്രയും നേരായിട്ട് സമീപിക്കുന്ന ഒരു എഴുത്തുകാരൻ, വളരെ പച്ചയായിട്ട് ജീവിതത്തെ തൊട്ടറിയുന്ന എഴുത്തുകാരൻ. നമുക്ക് അതിലെ കഥാപാത്രങ്ങളെ മെനയുമ്പോൾ, അതിൻ്റെ സിറ്റുവേഷൻസ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഭാവങ്ങൾക്ക് തീവ്രത പകരാനൊക്കെ വളരെ മീനിങ് ചെയ്യാവുന്ന അപ്രോച്ച് ചെയ്യാവുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ വലിയൊരു പ്രകാശഗോപുരമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് സാഹിത്യകൃതികൾ മലയാളത്തിലുണ്ട്. അപ്പോൾ ഈ സാഹിത്യകൃതികളുടെ പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കാണുകയും അതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഥ എന്ന് പറയുന്നത് വളരെ കരുത്തുറ്റതായിരിക്കും. ഈ കഥയെ ബേസ് ചെയ്തിട്ട് പുതിയ ചലച്ചിത്രത്തിൻ്റെ സാങ്കേതിക സാധ്യതകൾ മാക്സിമം ഉപയോഗിക്കുക, അതിൻ്റെ ടേക്കിങ്സ്, അതിൻ്റെ ദൃശ്യ സാധ്യതകൾ, മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ടെക്നോളജീൻ്റെ പരമാവധി കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ബാല്യകാലസഖി സിനിമ രൂപത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്.